തലയോലപ്പറമ്പ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആടേലിപ്പാടത്ത് പതിറ്റാണ്ടുകളായി അടിഞ്ഞുകിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ രോഗഭീതിയിൽ. സമീപവാസികളുടെ പുരയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഈ മലിനജലം കിണറുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും ഇറങ്ങി വലിയ സാംക്രമിക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാൻ സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു. ദുഷിച്ച ജലം, ഈ മലിനജലം ഒഴുകി സമീപത്തുള്ള കിണറുകളിലും കുളങ്ങളിലും എത്തിച്ചേർന്ന് സാംക്രമിക രോഗം പരത്തുന്നതിനുള്ള സാഹചര്യം വളരെ വലുതാണ്. അടിയന്തിരമായി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ അത് ഒരു വൻ വിപത്തിന് അടുത്തു വരുന്ന മഴക്കാലത്ത് ഒരു വൻ വിപത്തിന് ക്ഷണിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം കാര്യത്തിൽ ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട മറ്റധികാരികളും അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് ഈ ദുഷിച്ച വെള്ളത്തിൻ്റെ, ഈ സാംക്രമിക രോഗം പരത്തുന്ന ഈ വെള്ളത്തിൻ്റെ ഈ ഒഴുക്കിനെ തടഞ്ഞ് അത് ശുദ്ധീകരിച്ച് രോഗാണുവിക്തമാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഇടത്തോടുകൾ പല ഭാഗത്തും കയ്യേറ്റം മൂലം നികന്നു പോയതിനെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ സമീപ പുരയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലാണ്. ആടേലിപ്പാടം ശുചീകരിച്ച് അവിടെ നിന്നും എത്തുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് കാന താഴ്ത്തിയും തോട് കയ്യേറ്റം ഒഴിപ്പിച്ചും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം ശക്തമാണ്. പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ ഇതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്നും കാലവർഷം ശക്തമാകുന്നതോടെ സ്ഥിതി അതീവ ഗുരുതരമാകാനുള്ള സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.